അപ്പോൾ കോവളത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് നമ്മൾ തിരികെ എത്തുമ്പോൾ ഇനി നമ്മൾ പോകുന്നത് ദേശീയ തലത്തിലെ വാർത്തകളിലേക്ക്. മനോഹരമായ വാർത്തകൾ കണ്ടു. ആദ്യം തിരുവനന്തപുരവും കൊച്ചിയും കേരളത്തിന്റെ വാർത്താ തുടക്കമിട്ടു. പിന്നീട് കുറെ മനോഹര കാഴ്ചകൾ, കൗതുകമുയർത്തുന്ന കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇനി വീണ്ടും അല്പം സീരിയസ് സബ്ജക്റ്റുകളിലേക്ക് അതെ വീണ്ടും കുറച്ച് ഗൗരവമേറിയ വാർത്തകളിലേക്ക് പോകുമ്പോൾ രാജ്യ തലസ്ഥാനത്തെ ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ഗോപിക സുരേഷ് റെഡിയായി നിൽക്കുകയാണ്. ഗോപിക, ഗുഡ് മോർണിംഗ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള സമ്പൂർണ്ണ ബജറ്റാണ് നാളെ അവതരിപ്പിക്കപ്പെടുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. ആ ഒരു വാർത്ത തന്നെയാണ് ദേശീയ തലത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമുക്ക് മുന്നിൽ ഉള്ളത്, അല്ലേ? സജിത്ത്, ആര്യ, ഗുഡ് മോർണിംഗ്. ദേശീയ തലത്തിൽ നിന്നുള്ള ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ്. രാവിലെ 11 മണിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതിനു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കും. രാവിലെ 11 മണിക്ക് സെൻട്രൽ ഹാളിൽ രാഷ്ട്രപതി ഇരുസഭകളെയും അഭിസംബോധന ചെയ്യും. അതിനുശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക സർവേ സഭയിൽ വയ്ക്കും. ഫെബ്രുവരി 13 വരെയാണ് ഈ ഒരു ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം തീരുമാനിച്ചിരിക്കുന്നത്. അദാനിയുടെ കമ്പനികൾ നേരിടുന്ന വെല്ലുവിളി, ഒപ്പം തന്നെ BBC ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതൊക്കെ തന്നെ സഭയെ പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട്. നാളെയാണ് ബജറ്റ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് നാളെ അവതരിപ്പിക്കും. ജനപ്രിയ പദ്ധതികളൊക്കെ തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. എയിംസ് തന്നെയാണ് കേരളത്തിന്റെ ഇത്തവണത്തെയും പ്രതീക്ഷ. ആ തരത്തിൽ ജനപ്രിയ പദ്ധതികൾ ഒക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ബജറ്റിൽ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതായിരിക്കും ധനമന്ത്രി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന സമ്പൂർണ്ണ ബജറ്റാണ് ഇത്. അതുകൊണ്ട് തന്നെ നികുതി വർധനയ്ക്ക് വലിയ തരത്തിൽ സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കടമെടുപ്പ് പരിധി ഉയർത്തുക, GST നഷ്ടപരിഹാര കാലാവധി നീട്ടുക തുടങ്ങിയവയാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ സിൽവർ ലൈൻ, ശബരി റെയിൽ, ഒപ്പം തന്നെ ശബരിമല വിമാനത്താവള പദ്ധതി തുടങ്ങിയവയ്ക്ക് ഒക്കെ തന്നെ അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന്. എയിംസ് അനുവദിക്കുക എന്നുള്ളതും കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായുള്ള അവസാന സമ്പൂർണ്ണ ബജറ്റാണ് ഇത്. ദേശീയ വാർത്തകളുടെ ഒരു പൊതുചിത്രമാണ് ഗോപിക പങ്കുവെച്ചത്, അല്ലേ? അതെ, എന്തായാലും ഒരു പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ബജറ്റ് എന്നുള്ള നിലയ്ക്ക് സാധാരണക്കാർക്ക് അനുകൂലമായിട്ടുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പൊതുവായുള്ള ഒരു കാഴ്ചപ്പാട്, അല്ലേ? അതെ അതെ. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സമ്പൂർണ്ണ ബജറ്റ് എന്താണ്, അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്യാനുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ ആ ബജറ്റിൽ ഉണ്ടാവാം. ഒപ്പം കേന്ദ്ര ബജറ്റിന് തൊട്ട് പിന്നാലെ 3-ന് സംസ്ഥാന ബജറ്റ് വരികയാണ്. അപ്പം അതിനോട് ചുവട് പിടിച്ചുള്ള ചില നീക്കങ്ങൾ കേരളത്തിൽ നിന്നുണ്ടാകും. എന്തായാലും പൊതുജനത്തിന് മുന്നിൽ വലിയൊരു സസ്പെൻസ് ഉണ്ട്. അത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ആ സസ്പെൻസ് കാത്തിരിക്കുകയാണ്. ഇതടക്കമുള്ള പ്രഭാത കേരളത്തിൻ്റെ സസ്പെൻസുകളും തീരുന്നില്ല. എന്തായാലും നമുക്ക് മടങ്ങി വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.